ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അല്പനേരം നമുക്ക് ദൈവവചന ധ്യാനത്തിനായി സമയം ചെലവഴിക്കാം. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യം. ഗലാത്യർ 5-ാം അധ്യായം 13-ാം വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. ഈ വാക്യത്തിൽ നിന്ന് ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ വാക്യം കൊണ്ട് എന്താണ് പൗലോസ് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്? നമുക്കറിയാം, ക്രിസ്തുമസ് എന്തിനാണ് നമ്മൾ കൊണ്ടാടുന്നത്? ദൈവം മനുഷ്യരൂപത്തിൽ ലോകത്തിൽ പിറന്നു എന്നതിന്റെ സന്തോഷം അത് ആചരിക്കുന്നതാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു ഈ തിരുപ്പിറവി? പാപികളെ രക്ഷിക്കുവാൻ, അഥവാ പാപത്തിൽ നിന്ന് തന്റെ ജനത്തെ സ്വതന്ത്രമാക്കുവാൻ. ഈ ഒരു സ്വാതന്ത്ര്യമാണ് ഈ വാക്യത്തിൽ വ്യക്തമാക്കുന്നത്. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അടിമ നുഖത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ദൈവ ഇഷ്ടമനുസരിച്ച് ദൈവിക പാതയിൽ സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, പാപത്തിലേക്ക് തിരിച്ചു പോകുവാനല്ല, പിന്നെയോ ഈ ദൈവകൃപയിൽ തന്നെ ജീവിപ്പാനുള്ള സ്വാതന്ത്ര്യം എന്നുമാണ് ഈ സ്വാതന്ത്ര്യം വിളിച്ചോതുന്നത്. ഈ സ്വാതന്ത്ര്യം എങ്ങനെ വിനിയോഗിക്കണമെന്നാണ് തുടർന്നുള്ള ഭാഗത്ത് വ്യക്തമാക്കുന്നത്. ഒന്നാമതായിട്ട്, ജഡത്തിന് അവസരമാക്കാതെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുക. ജഡീക പ്രവർത്തികൾ ഏതൊക്കെയാണെന്നും ആത്മാവിന്റെ പ്രവർത്തികൾ, ആത്മാവിന്റെ ഫലങ്ങൾ ഏതൊക്കെയാണെന്നും ഈ അധ്യായത്തിൽ തന്നെ തുടർന്നുള്ള വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ എല്ലാവരും വായിക്കുകയും സ്വയം വിലയിരുത്തുകയും ചെയ്യണം. ജഡീക താല്പര്യങ്ങൾ, ജഡീക പ്രവർത്തികൾ, ലാഭേച്ഛകൾ ഇവയ്ക്കൊക്കെ മുൻതൂക്കം നൽകാതെ ദൈവിക താല്പര്യങ്ങൾ, ആത്മാവിന്റെ ഫലങ്ങൾ ഇവയ്ക്ക് മുൻതൂക്കം നൽകുവാൻ ശ്രമിക്കണം. നാം എന്തിനാണ് പ്രയോറിറ്റി നൽകുന്നതെന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ചിന്തകൾ, പ്രവർത്തനങ്ങൾ, തിരഞ്ഞെടുക്കുന്ന വഴികൾ ഇവയെല്ലാം ദൈവത്തിൽ അധിഷ്ഠിതമായിരിക്കണം. നാം ചെയ്യുന്ന പ്രവൃത്തികൾ ഓരോന്നും ദൈവഹിതത്തിന് അനുസൃതമാണോ അതോ വിപരീതമാണോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് പാപത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല, പാപത്തിലേക്ക് തിരിച്ചു പോകുവാനും കഴിയുകയില്ല. To live a life without sin, we should love God, we should love people, we should believe in God and obey Holy Spirit. ഒരു എക്സാമ്പിൾ വചനത്തിൽ നിന്ന് തന്നെ പങ്കുവെക്കുകയാണെങ്കിൽ, യേശു ക്രിസ്തു മരുഭൂമിയിൽ കൂടെ കടന്നു പോയപ്പോൾ പിശാചിനാൽ പല പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. അതിൽ ഒരു പരീക്ഷണം ഇങ്ങനെയായിരുന്നു. പിശാച് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും കാണിച്ചിട്ട്, ഈ അധികാരങ്ങൾ വേണമെങ്കിൽ എന്നെ വീണ് നമസ്കരിക്കണമെന്ന് പറഞ്ഞു. അതിന് യേശു പറഞ്ഞ മറുപടി, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, യേശു ലാഭേച്ഛകൾക്ക് വഴങ്ങാതെ, പരീക്ഷണങ്ങൾക്ക് വഴങ്ങാതെ ദൈവത്തെ മാത്രം അനുസരിക്കുവാനും അവനെ മാത്രം ആശ്രയിക്കുവാനുമാണ് തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പുകൾക്ക് പ്രാധാന്യമുണ്ട്. നാം എന്തിനെയാണ് തെരഞ്ഞെടുക്കുന്നത്? ദൈവത്തെയാണോ അതോ മറ്റെന്തിനെങ്കിലുമാണോ? രണ്ടാമതായിട്ട്, സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പീൻ. യേശു ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ നാമും അന്യോന്യം സ്നേഹിക്കണം. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ സ്നേഹം, വിശ്വാസം, പ്രത്യാശ ഇവയിൽ ഏറ്റവും വലിയതോ സ്നേഹം തന്നെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഉദാഹരണം പങ്കുവെക്കുകയാണെങ്കിൽ, പൗലോസ് എന്ന വ്യക്തിത്വം ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പാതയിലേക്ക് കടന്നു വരികയാണ്. ഈ വാക്യത്തിൽ കൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്, യേശു ക്രിസ്തുവിന്റെ വരവിലൂടെ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു. സേവനത്തിന്റെയും സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യവും ദൈവ ഇഷ്ടമനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് ലഭിച്ചു എന്നാണ്. എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകളും പുതുവത്സര ആശംസകളും നേരുന്നു.